എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലേഡി ഡോക്ടറെ കാണിക്കുകയാണ്. അവളാണെങ്കിൽ പേഷ്യൻസ് ഒന്നും ഇല്ലാതെ ഈച്ചയായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഇരിക്കുന്ന മുൻപിലേക്ക് എന്തോന്നൊന്ന് ശക്തിയായിട്ട് വീഴുക. അവൾ ആ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയെത്തും. മറ്റാരുമല്ല, സാക്ഷാൽ മീറ്റ്സിക. അവൻ ഒരു കയ്യിൽ ബൊറൂട്ടോയെയും മറ്റൊരു കയ്യിൽ സാറുടെയും തൂക്കിയെടുത്ത് അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അവളാണെങ്കിൽ സാക്കുറെ വിവരം അറിയിച്ച് അവരെ 3 പേരെയും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം നല്ല രീതിയിൽ പരിക്കുപറ്റിയ ബൊറൂട്ടോയ്ക്കും സാറടയ്ക്കും അവർക്ക് 2 പേർക്കും സാക്കുറയുടെ നേതൃത്വത്തിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തുടങ്ങും. അല്പസമയം കഴിയുമ്പോൾ കൊനഹമാരു ആ സെൻസായും അവർ 2 പേരും അവിടേക്ക് എത്തും. നറൂട്ടോ ആണെങ്കിൽ ഈ ന്യൂസ് അറിഞ്ഞ് ടെൻഷനായി അവിടേക്ക് ഓടിയെത്തുകയാണ്. എന്നിട്ടേയും നറൂട്ടോയുടെ മകളും അവർ 2 പേരും ഒരുപാട് വിഷമത്തിൽ നിൽക്കുന്ന കണ്ട നറൂട്ടോ ആണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്റെ ബിഗ് ബ്രദർ ബൊറൂട്ടോയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ഇതൊരു ഷിനോബികളുടെ ലൈഫിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. സമയം കഴിയുമ്പോൾ കൊനഹമാരു ആ സെൻസായും അവർ 2 പേരും ഇപ്പോൾ നറൂട്ടോട് മാപ്പ് പറയാണ്. ഐ എം സോറി, ഞങ്ങളെ കൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഞങ്ങളുടെ ഓപ്പണന്റ് അവൻ വളരെ പവർഫുൾ ആയിരുന്നു. അതിന് നറൂട്ടോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, അയ്യോ വേണ്ട വേണ്ട, നിങ്ങൾ ആവശ്യമില്ലാതെ മാപ്പൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് ആക്ച്വലി ഷിനോബി ലൈഫിൽ ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇരിക്കട്ടെ, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മീറ്റ്സിക അവൻ എവിടെ പോയി? അതിന് അമ്മമാര് പറയും, അവൻ ആ സേജ് ജിപ്സു അത് ഉപയോഗിച്ചു, അതുകൊണ്ട് തന്നെ അവന് ഇവിടുന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. സോ ഒറോച്ചിമാറു അവൻ ഇവിടേക്ക് എത്തി മീറ്റ്സികയെ കൊണ്ടുപോയി കട്ട് ചെയ്ത ഇപ്പം മീറ്റ്സികയെ കാണിക്കുകയാണ്. അവനെ ഒരു സെല്ലിലിട്ട് എല്ലാവരും ചേർന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കും. ഒറോച്ചി ആണെങ്കിൽ ടെൻസ്ഡ് ആവും. നിന്നോട് ഞാൻ 100 തവണ പറഞ്ഞതാണ് ആ സേജ് പവർ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് വീണ്ടും അവനത് ഉപയോഗിച്ചു. അതുകൊണ്ടാണ് അവന്റെ അവസ്ഥ അത്രയും മോശമെന്ന് പറഞ്ഞ് ആളാകെ ടെൻസ്ഡ് അടിച്ചിരിക്കുകയാണ്. ആ സീനിയർ മീറ്റ്സികയാണെങ്കിൽ ഇപ്പൊ അവന്റെ പപ്പയോട് പറയും, എനിക്കറിയാം ഇവനൊരു സീരിയസ് അല്ലെങ്കിൽ വളരെ നീഡറായിട്ടുള്ള ഒരു ടെസ്റ്റ് സബ്ജക്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ലോസ് ആവുന്നത് അങ്ങേക്ക് വലിയൊരു ലോസ് ഉണ്ടാക്കും. ഇവന്റെ ബോഡിയിലുള്ള പരുക്കുകളും വൂണ്ടുകളും വളരെ ആഴമേറിയതാണ്. സോ ഇവൻ ബാക്ക് ടു നോർമൽ ആവാൻ തീർച്ചയായിട്ടും ഒരുപാട് സമയമെടുക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്താണെങ്കിൽ ഇപ്പൊ നറൂട്ടോയും സാസുകയും സെൻസായും കൊനഹമാരും അവരെല്ലാവരും ചേർന്ന് നടന്ന കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യാണ്. ആ തൊപ്പിക്കാരൻ അപ്പാപ്പനും ഡീപ്പ വില്ലനും അവർ 2 പേരെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പൊ കൊനഹമാരു പറയും. സാസുകയും നറൂട്ടോയും ആണെങ്കിൽ അങ്ങനെ ഒരു പേര് ഇതിനു മുൻപ് കേട്ടിട്ടില്ല, ബിങ്കോ ബുക്കിൽ പോലും അങ്ങനെ ഒരു പേരില്ല എന്ന് സാസുക പറയും. നറൂട്ടോ ആണെങ്കിൽ തീർത്തു പറയും, എന്ത് വില കൊടുത്തും ആസറ സെൽസ് അത് തിരികെ പിടിച്ചേ പറ്റൂ. അതിന് ഷിക്കമരു പറയും, എന്റെ ഊഹ ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരും ആ കാരയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ കാണും. 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും റിസൾട്ട് ഞാൻ ഉണ്ടാക്കുമെന്ന് ഷിക്കമരു ആണെങ്കിൽ തീർത്ത് പറയും. കട്ട് ചെയ്ത ഇപ്പൊ ആ വിക്ടർ അപ്പൂപ്പനെ കാണിക്കും. ആ ഹാസറ സെൽസിലാണെങ്കിൽ ഒരുപാട് പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തായിട്ട് ആ ഡീപ്പ വില്ലൻ അവനാണെങ്കിൽ ആ റിസർച്ച് ഒക്കെ നോക്കിയും കണ്ടും അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. അവനാണെങ്കിൽ അല്പസമയം കഴിയുമ്പോൾ അല്ലാതെ ബോറടിക്കും. ഇത്രയും സമയമൊക്കെ ഈ ഒരു എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുണ്ടോ? അതിന് അപ്പാപ്പനാണെങ്കിൽ തിരിഞ്ഞ് അവനോട് പറയും, ഇത് ഹാസറ സെൽസ് ആണ്, വളരെ സൂക്ഷിച്ചു വേണം ഇത് ഹാൻഡിൽ ചെയ്യാൻ. ഇത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നീട് ഒരിക്കലും നമുക്കിത് റീകളക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. ഉടനെ ആ ഡീപ്പ വില്ലനാണെങ്കിൽ ചാടി എഴുന്നേക്കും. എനിക്ക് ഇനിയും ഈ ബോറടി സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ കടന്നു പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൈഫ് ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്. ഷിസുനാണെങ്കിൽ ബൊറൂട്ടോയുടെ തൊട്ടടുത്തുണ്ട്. ബൊറൂട്ടോ പതിയെ കണ്ണു തുറന്ന്, ഞാൻ എവിടെയാ, എനിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. അതിന് അവള് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇപ്പൊ ലീഫ് വില്ലേജിലാണ്, ഞങ്ങളുടെ ട്രീറ്റ്മെന്റിൽ നീ ഇപ്പൊ സേഫ് ആണെന്ന് പറഞ്ഞ് അവളിപ്പോ ബൊറൂട്ടോയെ സമാധാനിപ്പിക്കും. നീ ഇപ്പോൾ ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. നിന്റെ അനുജത്തെയും അമ്മയും അവർ ഒരുപാട് ടെൻഷനിലാണ്, നീ റെസ്റ്റ് എടുക്കണം. ബൊറൂട്ടോ ആണെങ്കിൽ ചുറ്റും നോക്കും, മീറ്റ്സിക അവൻ എവിടെ പോയി? അതിനവള് പറയും, അവനെ അവന്റെ പപ്പ കൊണ്ടുപോയി ഒറോച്ചിമാറു. അവന്റെ ബോഡിയിൽ വളരെ സിവിയർ ആയിട്ടുള്ള പരുക്കുകളുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് അവന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ കഴിയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ സാറുടെ കാണിക്കും. സാക്കുറ ആണെങ്കിൽ അവളുടെ കണ്ണുകൾ ചെക്ക് ചെയ്യും. നിന്റെ ലെഫ്റ്റ് കണ്ണിന് ചെറുതായിട്ട് ഇൻഫെക്ഷൻ അഫക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ റെസ്റ്റ് എടുത്താൽ ഒക്കെ റെഡിയാവുമെന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകും. അല്പസമയം കഴിഞ്ഞ് ഷിസുനാണെങ്കിൽ ഒരു ടെസ്റ്റിന് വേണ്ടി ബൊറൂട്ടോയെ സാറുടെ ക്യാബിനിലേക്ക് കൊണ്ടുവരും. ബൊറൂട്ടോയും സാറുടെയോ ആണെങ്കിൽ ആ ഒരു മിഷനിൽ തോറ്റുപോയതിനെ കുറിച്ച് പരസ്പരം പറഞ്ഞ് അങ്ങനെ വിഷമിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാക്കുറ, അവൾക്കും സാറുടെയുടെയും ബൊറൂട്ടോയുടെ അവസ്ഥ കണ്ട് ഒരുപാട് വിഷമം തോന്നും. അവൾ ഷിസുവിനോട് പറയും, ഒരു കാരണവശാലും നമ്മുടെ വിഷമം അവരറിയാനായിട്ട് പാടില്ല, അവർ ഹാപ്പിയായി എത്രയും വേഗം റിക്കവറായി പഴയതുപോലെ ആവണം. അല്പസമയം കഴിഞ്ഞ് ഡെങ്കി, മെറ്റൽ, ഇവാബെ അവരെല്ലാവരും ബൊറൂട്ടോയെയും സാറുടെയും കാണാനായിട്ട് അവിടേക്ക് വരികയാണ്. ബൊറൂട്ടോയുടെ അവസ്ഥ കണ്ട് അവരാണെങ്കിൽ ഇപ്പൊ തല താഴെ
താഴ്ത്തി നിൽക്കും. അതിന് ബൊറൂട്ടോ പറയും, നിങ്ങൾ ആവശ്യമില്ലാതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഈ ഒരു മിഷനിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് തോറ്റുപോയി, പക്ഷെ തീർച്ചയായിട്ടും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാനും സാറയുടെയും മീറ്റ്സുകയും ഞങ്ങളുടെ മാസ്റ്റർ കൊനഹമാരുവിൻ്റെ കൂടെ ഈ മിഷൻ അത് കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞ് അവൻ ചിരിക്കും. ഫ്രണ്ട്സിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ആശ്വാസമൊക്കെ തോന്നും. അവർ കൊണ്ടുവന്ന ഫുഡ് ഐറ്റംസ് എല്ലാം അവർ ബൊറൂട്ടോയ്ക്ക് കൊടുക്കും. അതേസമയം ഇവിടെ സാറുടെ അടുത്തേക്ക് അവളുടെ ഫ്രണ്ട്സ് വന്നിരിക്കുകയാണ്. അവരും അങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ചിരിക്കും. അങ്ങനെ ഫ്രണ്ട്സ് ആണെങ്കിൽ അവരോട് സംസാരിച്ച് ഇപ്പോൾ അവിടുന്ന് പുറത്തേക്ക് പോവാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഷിനോ, അവനാണെങ്കിൽ കൊനഹമാരുവിൻ്റെ അടുത്തേക്ക് വന്ന് പറയും, ആ വില്ലന്മാർ അവരുള്ള ലാൻഡ് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു, അവിടേക്ക് നമുക്ക് പോകാനുള്ള പെർമിഷനും കിട്ടിക്കഴിഞ്ഞു. സോ നീ എത്രയും വേഗം അവിടേക്ക് പോയി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കൊനഹമാരുവിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ്. അവൻ ഓക്കെ പറയും. ഷിനോ അവൻ അവിടുന്ന് കടന്നു പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ മൊഗേനോ സെൻസായെ കാണിക്കും. ആളാണെങ്കിൽ ആ സിറ്റിയിലൂടെ അങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഉടനെ ഗ്രാൻഡ്മയാണെങ്കിൽ അവനെ പിടിച്ചു വലിക്കും. എല്ലാം ഇപ്പോൾ ഉള്ളത് നിന്റെ കയ്യിലാണ്, നിന്നെ കൊണ്ട് മാത്രമേ ഈ ഒരു വലിയ പ്രശ്നം അത് സോൾവ് ചെയ്യാൻ കഴിയൂ. സെൻസായിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴേക്കും ഗ്രാൻഡ്മയാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോവും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഫ്രണ്ട്സ് വസാബിയാൻ ടീം അവരാണെങ്കിൽ റെസ്റ്റോറൻറ്റിലിരുന്ന് ഹായ് ആയിട്ട് സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ കഴിക്കുകയാണ്. ഇവാബയാണെങ്കിൽ ടെൻഷനായി ഇപ്പോൾ ബാക്കിയുള്ളവരോട് പറയും, നിങ്ങൾ ഒരിക്കലും സാറുടെയും ബൊറൂട്ടോയും കണ്ട് സമാധാനിക്കാനായിട്ട് പാടില്ല. കാരണം അവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. മാത്രമല്ല അവർ ഈ മിഷനിൽ തോറ്റുപോയിരിക്കുകയാണ്. ബൊറൂട്ടോയെ കൊണ്ട് ഒരിക്കലും തോൽവി സഹിക്കാൻ കഴിയുന്ന ആളല്ല അവൻ. എപ്പോഴും തോൽവി സംഭവിച്ച ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ എൻ്റെ സംശയം ശരിയാണെങ്കിൽ അവർ രണ്ടുപേരും എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഒരു കണ്ണ് അവർക്ക് മേലെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും. അതേസമയം ഹോസ്പിറ്റലിലാണെങ്കിൽ അക്കുറ സാറയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, നിന്റെ ഇൻഫെക്ഷനൊക്കെ ഇപ്പൊ റെഡി ആയിരിക്കുകയാണ്. ഒരേ ഒരു ദിവസം ടെസ്റ്റ് ചെയ്താൽ മതി, നീ ഫിസിക്കലി കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിരിക്കുകയാണെന്ന് പറയും. അത് പോകേണ്ട താമസം സാറട അവൾ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പ് ആവുകയാണ്. അല്പസമയം കഴിയുമ്പോൾ സാക്കുറയുടെയും ഇപ്പോൾ അവരുടെ റൂമിലേക്ക് വരും. അവിടെയാണെങ്കിൽ സാക്കുറയെയും ബൊറൂട്ടോയും കാണാനില്ല. അവർ ആ കാര്യം അവരോട് പറയാണ്. സാക്കുറയ്ക്കാണെങ്കിൽ ടെൻഷനാവും. എന്തായിരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുന്ന അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതിന് ഇവാബെ പറയും, എനിക്ക് ഉറപ്പുണ്ട് അവര് തീർച്ചയായിട്ടും ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടുന്ന് പോയിരിക്കും. സംശയം അത് ശരിയായിരുന്നു. അവരൊരിക്കലും മിഷൻ തോറ്റാൽ ഇതുപോലെ സാധാരണമായിട്ട് കൂളായിട്ട് ഇരിക്കില്ല. നമ്മളെ ഡൈവേർട്ട് ചെയ്യാൻ മാത്രമാണ് അവർ അത്തരത്തിൽ നമ്മുടെ മുമ്പിൽ അഭിനയിച്ചത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ മിസ്റ്റർ കൊനഹമാരുവെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ മിഷൻ ഏറ്റെടുത്ത് ആ ഐലാൻഡിലേക്ക് പോവാൻ പുറത്തേക്ക് പോവും. അപ്പോഴായിരിക്കും ആ സെൻസായി അവൻ്റെ അടുത്തേക്ക് വരിക. ആ ഗ്രാൻഡ്മ പറഞ്ഞതനുസരിച്ച് കൊനഹമാരുവെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ആ സെൻസായി കൊനഹമാരുവിൻ്റെ അടുത്തേക്ക് വരിക. അങ്ങനെ അവർ രണ്ടുപേരും ജോയിനായി ആ ഒരു മിഷന് പോകാനായിട്ട് മുൻപോട്ട് പോകുമ്പോഴായിരിക്കും ബൊറൂട്ടോയും സാറയുടെയും അവർക്ക് മുൻപിലേക്ക് വരിക. അവരെ കാണുമ്പോൾ തന്നെ അവർ രണ്ടുപേരും ഷോക്കാവും. അവരുടെ തൊട്ടു പിന്നാലെ സാക്കുറയും ടീമും അവിടേക്ക് എത്തി ആകാംക്ഷയോട് കൂടെ നമ്മുടെ ആൾക്കാരെ നോക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ കൊനഹമാരുവിനോട് പറയും, ഞങ്ങളോടൊപ്പം ഈ മിഷനിലില്ല. കാരണം ഈ മിഷനിൽ ഫൈറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ എത്രത്തോളം വീക്കാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങൾക്കിനി നല്ല ട്രെയിനിങ് അത് ആവശ്യമാണ്. നല്ല ട്രെയിനിങ് എടുത്ത് എത്രയും വേഗം ഞങ്ങൾക്ക് സ്ട്രോങ് ആവണം. ആരുവിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും നല്ല നിഞ്ചാസായി മാറിയെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇൻവിസിബിളായി അവിടുന്ന് കടന്നു പോകും. സാക്കുറയ്ക്കും ബൊറൂട്ടോയുടെയും സാറയുടെയും ഫ്രണ്ട്സിനും ഭയങ്കര ആശ്വാസം. അവരാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇപ്പൊ ബൊറൂട്ടോ ആണെങ്കിൽ സാറയുടെയും സാസുകയുടെ അടുത്തേക്ക് വരികയാണ്. സാസുക ആണെങ്കിൽ ബൊറൂട്ടോട് പറയും, ആക്ച്വലി എനിക്ക് റെസൻഗൺ പവറിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നിന്റെ പപ്പയാണ് ഏറ്റവും നന്നായിട്ട് റെസൻഗൺ ഉപയോഗിക്കുക. എന്തുകൊണ്ട് നറൂട്ടോയുടെ അടുത്ത് നിന്ന് ട്രെയിനിങ് എടുത്തുകൂടാ? ബൊറൂട്ടോ ആണെങ്കിൽ തല താഴ്ത്തി ഇപ്പൊ സാസുകയോട് പറയും, ഞാൻ എൻ്റെ പപ്പയുടെ കൂടെ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും വഴക്ക് മാത്രമായിരിക്കും. എനിക്ക് പ്രോപ്പറായിട്ട് കോൺസെൻട്രേഷൻ കിട്ടില്ല. ഹാർഡായിട്ട് നല്ല സ്മാർട്ടായിട്ട് ട്രെയിനിങ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ അതിനെന്നെ സഹായിക്കാൻ കഴിയൂ. അതിന് സാസുക പറയും, എനിക്ക് ട്രെയിനിങ് തരാൻ പറ്റിയ ആള് ഞാനല്ല, എൻ്റെ മാസ്റ്റർ കാക്കാഷിയാണ്. കട്ട് ചെയ്ത കാക്കാഷി അവനാണെങ്കിൽ റെസ്റ്റോറൻറ്റിലിരുന്ന് ഹായ് ആയി സ്നാക്സ് ഒക്കെ കഴിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.